മഞ്ചേശ്വരം MLA കെ അഷ്റഫ് ഇവിടെ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം തെരച്ചിലിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. ഇന്നത്തെ ഒരു തെരച്ചിൽ എങ്ങനെയാണ് എന്നാണ്? നമ്മളിപ്പോ ഈ തെരച്ചിൽ നിർത്തിയതിനു ശേഷം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇവര് തെരച്ചിൽ തുടരുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത്. അപ്പോഴും നമ്മളോട് ഇവരുടെ ട്രിലോക്ക് ചന്ദ്രൻ എന്നറിയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ബാംഗ്ലൂർ എന്ന് പറഞ്ഞ വിതിൻ 2 days സെർച്ച് ആരംഭിക്കും, നേവി അടക്കമുള്ള ആളുകൾ മുങ്ങുമെന്നൊക്കെ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ രാവിലെ മുതൽ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി എത്തി, രാവിലെ മുതൽ ശ്രമിച്ചിട്ട് പോലും കളക്ടർ പല രീതിയിലും റോങ് ഇൻഫർമേഷൻ തന്നു എന്നല്ലാതെ തെരച്ചിൽ ആരംഭിച്ചിരുന്നില്ല. ഇന്നലെ ഉച്ചയോടുകൂടി സതീഷ് കൃഷ്ണ സൈൽ MLA, നേരത്തെ നമുക്ക് തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മളുമായി സഹകരിച്ചൊരു MLA ആണ്. അദ്ദേഹം ധൈര്യസമേതം ഈശ്വർ മൽപ്പയോട് ഇറങ്ങാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയത്. ജില്ലാ ഭരണകൂടം അപ്പോഴും ഇറങ്ങുന്നതിനോട് വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി കേരളത്തിലെ MLA എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും കളക്ടറോട് സംസാരിച്ചു, രാത്രിയും സംസാരിച്ചു. ഇന്ന് ഏതായാലും ചെറിയ രീതിയിൽ നേവിയും SDRFും ഈശ്വർ മൽപ്പയും ഒരു ടീം വർക്കോട് കൂടി അവരിറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമുക്ക് ഇന്നലെ നമ്മളെ ഭാരത് ബെൻസിന്റെ ഒരു ചെറിയ ജാക്കി അടക്കമുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയത്. ഇന്ന് ഏതായാലും ഏറ്റവും വലിയ അനുകൂല ഒരു കാലാവസ്ഥയാണ്. അന്നൊക്കെ ഇവർ പറഞ്ഞ കാര്യം 8 knots വെള്ളത്തിൽ ആർക്കും ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങിയ ആള് ചിലപ്പോ അപകടത്തിൽപ്പെടുന്നൊക്കെ പറഞ്ഞതാണ്. ഇന്നിപ്പോ below 2 knots വെള്ളം നമുക്ക് തന്നെ ലൈവായി കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും നല്ല ഒരു അനുകൂല കാലാവസ്ഥയിൽ കുറെ സാധനങ്ങളൊക്കെ ആ പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് വളരെ ഈസിയായി നമ്മുടെ ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്തിയാൽ നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള 100% പ്രതീക്ഷയുള്ള ഒരു സമയമാണ്. ഇന്നേതായാലും നമുക്കൊരു പ്രതീക്ഷ പകരുന്ന രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ രീതിയിലുള്ള തെരച്ചിൽ നിർത്തുമ്പോൾ അവർ ഉറപ്പ് നൽകിയ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ കാലാവസ്ഥ വിപരീതമാണ്, 8 knots വെള്ളം ഉള്ളത് കൊണ്ട്, അത് മാത്രമാണ് അവർ പറഞ്ഞത്. ഇന്നത് കുറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അവര് ഏതോ രീതിയിലുള്ള ഒരു നിസ്സംഗത കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ MK രാഘവേട്ടനാണ് അർജുന്റെ ലോക്സഭാ മണ്ഡലത്തിലെ MP. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായി ഞാൻ കളക്ടർ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഒരു നിസ്സംഗത സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾ ഉടനെ അവരുമായി സംസാരിച്ച് അത്തരത്തിലുള്ള വീഴ്ചകൾ പരിഹരിച്ച് ഒരു ടീമിന്റെ ഏകീകരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ഓട്ടോമാറ്റിക്കലി സംസാരിക്കും, ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം 2 knots 1 ആണ് ഇപ്പത്തെ ഒരു 3 knots താഴെയാണ്. 3 knots ഉണ്ടെങ്കിൽ ഇറങ്ങാന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അവര് പറഞ്ഞത് 2.1 ആണുള്ളത്. അപ്പൊ വളരെ ഈസിയായി നമുക്ക് ചെയ്യാം. ഇന്നലെ ഇപ്പൊ ഈശ്വർ മൽപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്നും കാണാൻ കഴിയുന്നില്ല, ഭയങ്കര ചെളിവെള്ളം. ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞ് അങ്കോല IVയിൽ പറഞ്ഞത് എല്ലാം വളരെ ഈസിയായി കാണാൻ കഴിയുന്നുണ്ട്. നാളെ എന്തായാലും ഞാൻ ട്രക്ക് എത്തും, ബെൻസിന് പൊക്കുന്നൊക്കെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത്ര ആത്മവിശ്വാസം ഉള്ളത്, വെള്ളം അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. ആ ഒരു വെള്ളത്തിന്റെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇന്നിപ്പോ എല്ലാവരും ഒരു ടീം വർക്കോട് കൂടി തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തെരച്ചിൽ ശക്തമായി നടത്തിയാൽ നമുക്ക് എന്തായാലും അർജുനിലേക്ക് എത്താൻ കഴിയും. എത്ര സമയം വരെ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് MLA പറഞ്ഞത് 5:30 നിർത്തുമെന്ന്? തെരച്ചില് നമുക്കറിയാം എല്ലാ ദിവസവും ഇവർ ചെയ്യുന്നത്, പക്ഷെ അത്രയൊന്നും വേണ്ട വരില്ല. ഇവർ കുറച്ചും ഈ പ്രദേശം നമുക്കറിയാം ചെറിയ ഒരു 100 മീറ്ററിനകത്തുള്ള ഒരു സംഗതിയാണ്. ഇവർ നല്ല ഒരു ഡിസൈൻ വരച്ചിട്ട് ഒരു തെരച്ചിൽ ആരംഭിച്ചാല് ഒരു ഉച്ചയോടുകൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അത്രയും ഈസിയാണ്. ഞാനും നിങ്ങളും കാണുന്നുണ്ടല്ലേ. ഇപ്പോ ഈ നേവിയുടെ ആളുകളുണ്ട്, SDRFന്റെ ആളുകളുണ്ട്, ഈശ്വർ മൽപ്പയുടെ ടീമുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ടാണ് ഇന്ന് ഈ ഒരു ഏകോപനത്തോട് കൂടിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്.